ഹലോ ഹലോ കൂട്ടുകാരെ. അപ്പോൾ വെൽക്കം ടു ദി ഷോ മസ്റ്റ് ഗോ ഓൺ. ഞാനൊന്നൊരു ബീഫ് ബിന്ദാലു ഉണ്ടാക്കി പട്ടയ്ക്കാന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല, യൂട്യൂബ് നോക്കി പഠിച്ചാണ്. കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കണം. ഒപ്പം ചോറ് ചൂടാവണു. തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. സാധാരണ ആരും ഞാൻ ചിക്കനെ കണ്ടിട്ടില്ല. ബീഫ് ബിന്ദാലു ഇതിൽ ആഡ് ചെയ്യാൻ. നമുക്ക് ബിന്ദാലു ആണോ ബന്ദാലു ആണോ നമുക്ക് നോക്കാം. ബീഫ് ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് വിനാഗിരി, കുറച്ച് ഉപ്പ്, പിന്നെ മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ കുരുമുളക്, കുറച്ച് ഉലുവ, ഇതെല്ലാം കൂടി ചേർത്ത് വറുത്തിട്ട് അത് അരച്ചിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും കൂടി ഇട്ട് കുഴച്ച് സെറ്റാവാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞതും നമ്മൾ ഈ തക്കാളി അരച്ച് വെച്ച പേസ്റ്റ് ഇടും. നമ്മളങ്ങനെ അരച്ച് ചേർത്ത തക്കാളി, സവോള പേസ്റ്റ് നമ്മൾ ചേർത്തു. പിന്നെ ഇങ്ങനെയൊന്നല്ല ഉണ്ടാക്കുന്നത്, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. എനിക്കിങ്ങനെ അരച്ച് ചേർക്കണമൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ പഠിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം എന്തായാലും ആവൂ എന്താവുന്നു. ഓക്കെ, ഇതൊന്ന് നോക്കിച്ചെടുക്കണം. പച്ച മണവും പച്ച ടേസ്റ്റും ഒന്ന് പോകണം. ഓക്കെ, ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുമളയായിട്ട് പൊട്ടിത്തിരിക്കും. അങ്ങനെ അതിനനുഭവിക്കരുത്. ഓക്കെ, ഇത് നമ്മൾ വെറൈറ്റി പഠിച്ചിരിക്കും. കുട്ടികളുടെ അപ്പൻ്റെയും കൊച്ചിൻ്റെയും തെറി കേൾക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. കുളമാക്കിയത് 1.5 കിലോ ബീഫ് കുളമാക്കിയത് തെറി കേൾക്കുമോ നന്നാവുമോ നമുക്ക് നോക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ബീഫ് വേവിക്കണമല്ലോ. അപ്പോൾ അതിനെ കുക്കറിൽ വയ്ക്കാൻ പോകണം. അപ്പോൾ ബീഫ് കുക്കറിലിരുന്ന് വേവട്ടെ. ഒരു 7-8 വിസിലെങ്കിലും അടിക്കണം മിനിമം. എന്നിട്ട് വെന്തോ നോക്കിയിട്ട് പറ്റിയില്ലേ നമ്മൾ വീണ്ടും കയറ്റും. 7-8 കണക്ക്. നമുക്കപ്പോൾ ഇനി കുറച്ച് നേരം വിസിലടിക്കാനായിട്ട് സമയമുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കോശം കാണിക്കാമെന്ന് വിചാരിച്ചു. വലിയ വൃത്തിയൊന്നുമില്ല. നമ്മൾ മഴ പെയ്യും ചെത്തും, ഇല്ലെങ്കിൽ മെഷീൻ കൊണ്ടടിപ്പിക്കും. അതൊക്കെ എൻ്റെ അപ്പനും കെട്ടികളും കൂടെ ചെത്തി അവിടം വരെ എത്തിച്ചാണ്. താമര പന്തലിട്ടത്, മാവുണ്ട്, ചാമ്പയുണ്ട്, വാഴ. എന്നാരും വാഴ എന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ. കായ്ക്കണ തെങ്ങ്, അപ്പുറത്ത് പേര, മറ്റേ ചിക്കു, മുരിങ്ങ, പിന്നെ അവിടെ റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഓറഞ്ച് ചുമക്കുണ്ട്. സോറി ഗായ്സ്. ബീഫ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഏകദേശം ഒരു വേവൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി അടിക്കാനുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇനി അടുത്തത് നമ്മുടെ തക്കാളി, സവോള പേസ്റ്റ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, ബ്രൗണിഷ്. പിന്നെ നമ്മളിത് ആഡ് ചെയ്തിട്ട് വീണ്ടും കുക്കറിൽ വെച്ച് അടിക്കും. കുക്കറിലേക്ക് ഇട്ടുണ്ട്. ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം. വറ്റാനുണ്ട്. ഇത് നന്നായി വറ്റിച്ചെടുക്കും. കാരണം അത്യാവശ്യം ഇച്ചിരി വെള്ളം കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അല്ല ഉപ്പ് സ്രാവ് പീസ് വറുത്ത് വെച്ചിരിക്കുന്നു. ചൂട് ചോറിലൂടെ പട്ടിക്കാൻ സൂപ്പർ ഐറ്റമാണ്. ഇതും കൂടെ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡിന് ഇട്ടാലക്കും. ചെറിയൊരു പീസ് ഒന്ന് കാണിച്ചിടാം.
വേഗം പോകാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ സവോള വഴറ്റുകയാണ്. വഴറ്റിയെടുക്കും. ഒരു തക്കാളിയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ പാലക്കാട് സൈഡിലങ്ങനെ ഫേമസ് ആണെന്ന് എനിക്കറിയില്ല. എൻ്റെ വയസ്സിൻ്റെ കൂടെ കൂടിയിട്ടാണ് സംഭവം ഞാനത് എത്താനൊക്കെ ആണെങ്കിലും നമ്മളതൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തു. ബീഫ് നല്ല അടിപൊളിയായിട്ട് പുട്ടുപോലെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളതിൻ്റെ സ്റ്റോക്ക് തന്നെ ഒഴിച്ചിട്ട് നല്ല ചെയ്ത് ഇതിനകത്ത് കുറച്ച് വിനാഗിരിയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് ബീഫ് ആഡ് ചെയ്യാൻ പോകണം. നമ്മളിന് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. ശർക്കര വേണ്ടവർക്ക് ശർക്കര ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ ബിന്ദാലു റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് നമുക്ക് നോക്കാം ബിന്ദാലു ആണോ ബന്ദാലു ആണോ. പണ്ട് ഞാൻ കഥ പറ. ഒരു വീട്ടില് എൻ്റെ ബീഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോയിട്ട് ക്യാമറയുടെ കവർ എടുത്തില്ല. കുറെ 3-4 സെല്ലെടുത്തു. സെല്ലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഒരബദ്ധം ഏത് യൂട്യൂബർക്കും പറ്റും. എക്സ്പ്രഷൻ ഇട്. അങ്ങനെ അത് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞിട്ട് കാണുന്നവർക്ക് നല്ല സാധനം വരണം. ഓക്കെ, കെട്ടികളുണ്ടാക്കിയ ജ്യൂസ്. എന്ത് ജ്യൂസാന്ന് പറ. എന്ത് ജ്യൂസാ? എന്തിൻ്റെ പേര്? ചെറിയ ഓറഞ്ച്, പുളി ഓറഞ്ച്, ചൈന ഓറഞ്ച്. ഓക്കെ, നമ്മൾ പേരിട്ട് ചൈന ഓറഞ്ച്. പിന്നെ അതിൻ്റെയും കൂടെ റിയാക്ഷൻ. എൻ്റെ പറമ്പിൽ ഞാൻ നട്ടുണ്ടാക്കിയത്. ആര് നട്ടു? ഞാൻ, സുരേഷ് ബർക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിക്ക് കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് താക്കോ? അടിപൊളി. ഇതാ സൂപ്പറാ. എങ്ങനെയാ സൂപ്പർ എന്ന് എങ്ങനെയാ പറയാ? ഒത്തിരി തണുപ്പ് കുടിക്കാൻ പറ്റില്ല. ടേസ്റ്റ് പറ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? തപ്പുണ്ട്. നമ്മളെങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എങ്ങനെയാ കാണിക്കാതാക്കൂ? ഇങ്ങനെ 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 ഇങ്ങനെ
നമ്മളിതിൻ്റെ എന്താ പറയുക ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് വരണം. ഓക്കെ, കാണിച്ചുതരാം. നാച്ചുറലായിട്ട് എങ്ങനെയാണ് സൂപ്പറായിട്ടുണ്ടെന്ന് പറയാമെന്നുള്ളത്. എന്നാ രുചി അത്. എന്നാന്ന് ഇത്? നമ്മുടെ ഷെഫ് പിള്ളിയില്ലേ, ആള് വെച്ചതാണെന്നേ പറയുള്ളൂ. അങ്ങനെ ചിലപ്പോൾ മാറിപ്പോയി. 2 കറി ആള് വെച്ചത് ഞാൻ കൂടെ വെച്ചത് അടുത്തടുത്ത് വെച്ചാൽ മാറിപ്പോയി. ചിലപ്പോൾ ആൾക്കാർ ആള് വെച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കറി എടുത്ത് കഴിക്കും. അത് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്താ നമ്മൾ കറി വെച്ചത്? സൂപ്പർ കറി വെച്ചാ ബീഫ് ബിന്ദാലു. എന്താ കറി വെച്ചത്? പറ. ബിലാപ്പു. ബീഫ് ബിന്ദാലു. ബിന്ദാലു. ഞാൻ നോക്കാം. അമ്മ അഭിപ്രായം പറയണം നോക്കാം. സൂപ്പറായിട്ടുണ്ട്.